എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒന്നും പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ജാമ്യം കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ അനൂപേട്ടനെയും കൊണ്ട് പോകും. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമെന്ന് തന്നെയാ വക്കീല് പറഞ്ഞത്. ഇക്കാര്യത്തില് ആ CI നമ്മളെ നല്ലതുപോലെ സഹായിക്കുന്നുണ്ട്. അതാ ആകെയുള്ള ആശ്വാസം. മധുവിന്റെ ആളുകളെ അങ്ങനെ കുറച്ച് കാണരുത്. അവരെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അനൂപേട്ടനെ രക്ഷിക്കുക. അതിൽ കുറഞ്ഞ ഒന്നിനും നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ വിജയിക്കും. അത് ശരി, ഉറക്കിക്കെടുത്തിട്ടപ്പോ ഇതായിരുന്നല്ലേ പരിപാടി. ഞാൻ പറഞ്ഞത് കേൾക്കാതെ വീണ്ടും അവരുടെ കൂടെ ഇറങ്ങി പുറപ്പെടാനാ പ്ലാൻ. ശരിക്ക് കൊടുക്കാം. CI സാർ വിളിക്കുന്നു. ലൗഡ് സ്പീക്കർ ഇട്. ഹലോ സാറേ, ഞങ്ങള് ജഡ്ജിയുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. അതെ, സൂക്ഷിക്കണം. ആ മധുവിന്റെ ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. പോലീസ് സ്റ്റേഷന്റെ പുറത്തും അവരുടെ ചില ആളുകൾ നിൽപ്പുണ്ട്. നമ്മുടെ നീക്കങ്ങൾ അറിയാനാ. എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കില്ലേ സർ? നടത്തിയിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ അവന്മാര് വട്ടം കറങ്ങും. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ ഞങ്ങളവിടെ എത്തുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഉടനെ തന്നെ അവിടെ എത്തും. സ്നേഹയോട് എന്തു പറഞ്ഞു? 2 ദിവസത്തേക്ക് ഒരു ടൂറിന് പോകുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു. മറ്റൊരു വഴിയില്ലാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ധനുഷിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഈ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ എന്നെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അതെനിക്ക് സങ്കടമായേനെ. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ഥലം സുരക്ഷിതമാണല്ലോ അല്ലേ? കുറച്ചു ദിവസം ഒളിവിൽ താമസിക്കാൻ ഇത്രയും സേഫായൊരു സ്ഥലം വേറെയില്ല. ആ മധുവുമായിട്ട് ഒരു സെറ്റിൽമെന്റിലെത്താൻ എത്ര ദിവസം വേണ്ടിവരും? 2-3 ദിവസം. അതിനകം ആ വക്കീലിന്റെ കാല് പിടിച്ചിട്ടായാലും ഞങ്ങൾ ഇതൊരു സെറ്റിൽമെന്റിൽ എത്തിക്കും. ആദ്യം ഉറപ്പുവരുത്തേണ്ടത് അനൂപേട്ടന്റെ സുരക്ഷിതത്വം. അത് കഴിഞ്ഞു മാത്രമേ അനൂപേട്ടനെ കൊണ്ട് എനിക്ക് പുറത്തു വരാൻ പറ്റൂ. ധനുഷ് പേടിക്കണ്ട, സമയമാവുമ്പോ എല്ലാം നടക്കും. ഇറക്കെ.
എടാ രണ്ടുപേരുണ്ടല്ലോ. നമുക്ക് അവൻ എങ്ങനെ തിരിച്ചറിയും? ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ല. അണ്ണനോട് ചോദിച്ചാലാ? ഉം. ആ എന്തായി, അവനെ കൊണ്ടുവന്നോ? ആകെ കൺഫ്യൂഷൻ ആയണ്ണ. എന്തു പറ്റി? അണ്ണ ഒരേപോലെ തലയിൽ തുണിയിട്ട് രണ്ടുപേരുണ്ടോ അണ്ണ? ദേവരകത്തേക്ക് ഇപ്പോ കൊണ്ടുപോകണ. അത് ശരി. അപ്പൊ പോലീസുകാരൻ ഡ്രാമ കളിക്കുക. അവര് കളിക്കട്ടെ. പക്ഷെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുമ്പോ അവനെ വിട്ടുകളയരുത്. അണ്ണാ അപ്പോഴും തല മൂടിയിട്ടുണ്ടെങ്കിലോ എങ്ങനെ തിരിച്ചറിയും? അണ്ണാ രണ്ടുപേരെ അങ്ങ് പൊക്കട്ടെ അണ്ണാ. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, എനിക്ക് അവനെ ഇവിടെ കിട്ടണം. അവനെ കൈവിട്ട് കളഞ്ഞിട്ട് ഒറ്റ എണ്ണം തിരികെ ഇങ്ങോട്ട് വന്നേക്കരുത്. മനസ്സിലായോ? ശരി അണ്ണാ. അണ്ണൻ കട്ട് ചെയ്ത്. ഏയ് ഒരു കാര്യം ഓർത്തോ, ഇവനില്ലാതെ നമ്മൾ അങ്ങോട്ട് ചെന്നാ അണ്ണൻ നമ്മളെ വെച്ചേക്കത്തില്ല. മിക്കവാറും രണ്ടുപേരെയും നമ്മൾ പൊക്കേണ്ടി വരും.